പാറ്റേൺസ് ഇൻഫ്ലുവൻസിങ് ദി റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. 1. നേച്ചർ ഓഫ് റിയാക്റ്റൻസ്, അഭികാര്യങ്ങളുടെ സ്വഭാവം. നമ്മൾ ഉപയോഗിക്കുന്ന അഭികാര്യങ്ങൾ റിയാക്റ്റൻസിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിൻ്റെ പ്രവർത്തനശേഷി റിയാക്ഷൻ റേറ്റ് വ്യത്യസ്തമായിരിക്കും. ഒരു ഉദാഹരണം നോക്കാം. 3 ടെസ്റ്റുകളിലായിട്ട് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് തുല്യ വ്യാപ്തിയുള്ള ഡൈലൂട്ട് HCl ആസിഡ് എടുക്കുക. അതിലേക്ക് ഒരേ വലുപ്പമുള്ള കോപ്പർ, സിങ്ക്, മഗ്നീഷ്യം കഷ്ണങ്ങൾ ഇടുക. എന്നിട്ട് അവിടെ നടക്കുന്ന റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കുക. മഗ്നീഷ്യം ഇട്ട ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് കാണാം അവിടെ പെട്ടെന്നാണ് റിയാക്ഷൻ നടക്കുന്നത്. വിഗറസ് റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ഹൈഡ്രജൻ ഗ്യാസും മഗ്നീഷ്യം ക്ലോറൈഡും ഉണ്ടാകും. സിങ്ക് കഷ്ണം ഇട്ട ടെസ്റ്റ് ട്യൂബ് നോക്കുകയാണെങ്കിൽ അവിടെ പതുക്കെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഹൈഡ്രജൻ ഗ്യാസും സിങ്ക് ക്ലോറൈഡും ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ മഗ്നീഷ്യം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് ഒരു സ്ലോവർ റിയാക്ഷനാണ്. കോപ്പർ ഇട്ട ടെസ്റ്റ് ട്യൂബ് നോക്കുകയാണെങ്കിൽ അവർ റിയാക്ഷൻ നടക്കത്തില്ല നോർമൽ കണ്ടീഷനിൽ. കാരണം കോപ്പർ എന്ന് പറയുന്ന ഒരു ലെസ് റിയാക്റ്റീവായിട്ടുള്ള പ്രതികരണശേഷി വളരെ കുറവുള്ള ഒരു മെറ്റലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരേ സൈസിലുള്ള ഒരേ വലുപ്പത്തിലുള്ള മെറ്റൽസ് ആയിരുന്നു എടുത്തത്. അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരേ വ്യാപ്തമുള്ള ഒരേ വോളിയം ഉള്ളതുമായിരുന്നു എടുത്തത്. പക്ഷേ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച എന്താണ്? റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തന വേഗം വ്യത്യസ്തമായിരുന്നു. കാരണം ഓരോ മെറ്റലിൻ്റെയും അവിടെ ഉപയോഗിച്ച അഭികാര്യങ്ങളുടെ സ്വഭാവം അനുസരിച്ച് അവിടെ ഉണ്ടായ രാസപ്രവർത്തന വേഗവും വ്യത്യസ്തമായിരുന്നു. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്, അഭികാര്യങ്ങളുടെ ഗാഢത. നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, ഗാഢത എന്ന് പറയുന്നത് യൂണിറ്റ് വ്യാപ്തത്തിൽ യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്മാത്രകളുടെ എണ്ണത്തെയാണ് ഗാഢത എന്ന് പറയുന്നത്. നമ്മൾ 2 ടെസ്റ്റ് ട്യൂബുകളിലായിട്ട് കോൺസെൻട്രേറ്റഡ് HClഉം ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡും ഒരു ടെസ്റ്റ് ട്യൂബിൽ നേർപ്പിച്ച ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും എടുക്കുക. ഇതിൽ ഏത് ടെസ്റ്റ് ട്യൂബിലായിരിക്കും ഹൈഡ്രോക്ലോറിക് ആസിഡ് മോളിക്യൂൾസ് തന്മാത്രകളുടെ എണ്ണം കൂടുതലായി കാണുന്നത്? കോൺസെൻട്രേറ്റഡ് HCl ഉള്ള ടെസ്റ്റ് ട്യൂബിലായിരിക്കും HCl മോളിക്യൂൾസ്, HCl തന്മാത്രകൾ കൂടുതലായി കാണപ്പെടുന്നത്. ഈ 2 ടെസ്റ്റ് ട്യൂബിലേക്ക് തന്നെ ഒരു പീസ് ഓഫ് മഗ്നീഷ്യം റിബൺ തുല്യ മാസിലുള്ളത് ഇടുക. എന്നിട്ട് അവിടെ നടക്കുന്ന ഒബ്സർവേഷൻ നോക്കുക. നമ്മൾ കോൺസെൻട്രേറ്റഡ് HCl ഇട്ട മഗ്നീഷ്യം റിബൺ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് ബബിൾസ് ഫോം ചെയ്യുന്നത് നമുക്ക് കാണാം. അങ്ങനെ അവർ ഹൈഡ്രജൻ ഗ്യാസിനെ റിലീസ് ആക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഡൈലൂട്ട് HCl ഇട്ട മഗ്നീഷ്യം റിബൺ വളരെ പതുക്കെയായിരിക്കും അവിടുത്തെ ഡൈലൂട്ട് HClയുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിയാക്ഷൻ റേറ്റ്, രാസപ്രവർത്തന വേഗം കൂടുതൽ നടന്നത് ഏതിലാണ്? കോൺസെൻട്രേറ്റഡ് HCl ഇട്ട മഗ്നീഷ്യം റിബണാണ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസിൻ്റെ ഗാഢത കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, കണികൾ, യൂണിറ്റ് വ്യാപ്തിയിലുള്ള കണികളുടെ എണ്ണവും കൂടും. അങ്ങനെ എഫക്റ്റീവ് കൊളിഷൻ, അഭികാര്യ തന്മാത്രകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലുകളും കൂടും, എഫക്റ്റീവ് കൊളിഷനും കൂടും. അങ്ങനെ രാസപ്രവർത്തന വേഗത്തിൽ നടക്കും. സ്പീഡ് ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ്. 3. സർഫസ് ഏരിയ ഓഫ് റിയാക്റ്റൻസ്, അഭികാര്യങ്ങളുടെ പ്രതല പരപ്പളവ്. നമ്മളിവിടെ 2 ബീക്കർ എടുക്കുന്നു. 2 ബീക്കറിലായിട്ട് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് തുല്യ അളവിൽ ചേർക്കുന്നു. ഇതിലേക്ക് തുല്യ മാസുള്ള ഒരു ബീക്കർ, ഈ ബീക്കർ നമുക്ക് A എന്ന് വിളിക്കാം, അതിലേക്ക് മാർബിൾ പീസും B എന്ന് പറയുന്ന ഈ ബീക്കറിലേക്ക് പൗഡേർഡ് മാർബിൾ പൊടിച്ചതും നമ്മൾ ചേർക്കുന്നു. മാർബിൾ എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് CaCO3 ആണ്. ഇവർ പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാൽസ്യം ക്ലോറൈഡും വാട്ടറും അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡുമാണ്. അപ്പോൾ ഇവിടുത്തെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എയിലെ റിയാക്റ്റൻസ് മാർബിളിൻ്റെ കഷ്ണം, പീസ് ഓഫ് മാർബിളും ഡൈലൂട്ട് HClയുമാണ്. B എന്ന ബീക്കറിലെ റിയാക്റ്റൻസ്, അഭികാര്യങ്ങൾ എന്ന് പറയുന്നത് മാർബിൾ പൊടിച്ചതും ഡൈലൂട്ട് HClയുമാണ്. ഇനി നമ്മൾ ഇവിടുത്തെ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പ്രൊഡക്റ്റ് തരുന്നത് പൗഡേർഡ് മാർബിൾ പൊടിച്ചത് ഇട്ട ബീക്കറിലായിരിക്കും പെട്ടെന്ന് റിയാക്ഷൻ നടന്ന് നമുക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടുക. അതിന് കാരണം പൗഡേർഡ് പൊടിച്ച മാർബിളിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് മാർബിൾ കഷ്ണത്തേക്കാൾ കൂടുതലാണ്. മാർബിൾ കഷ്ണത്തേക്കാളും സർഫസ് ഏരിയ, പ്രതല പരപ്പളവ് മാർബിൾ പൊടിച്ചതിനാണുള്ളത്. അപ്പോൾ കൂടുതൽ HCl മോളിക്യൂൾസിന്, HCl തന്മാത്രകൾക്ക് മാർബിളുമായിട്ട് സമ്പർക്കത്തിന് കാരണമായി മാറുന്നു. അങ്ങനെ അവിടെ റിയാക്ഷൻ റേറ്റ്
കൂടുതലാവുന്നു, രാസപ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു, അങ്ങനെ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ സർഫസ് ഏരിയ, പ്രതല പരപ്പളവ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷന്, രാസപ്രവർത്തനങ്ങളിലെ വേഗത്തെ സ്വാധീനിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്, പ്രധാന ഘടകമാണ്. പ്രത്യേകിച്ച് സോളിഡ്സിൽ, ഖരവസ്തുക്കൾ ഉൾപ്പെട്ടതിൽ പ്രതല പരപ്പളവ്, സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പം നമ്മൾ അഭികാര്യങ്ങളിൽ റിയാക്റ്റൻറ്റിൽ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് നമ്മൾ ചെറിയ പീസസ് ആയിട്ടോ അല്ലെങ്കിൽ പൊടിയായിട്ടോ ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ പ്രതല പരപ്പളവ്, സർഫസ് ഏരിയ കൂടും, വർദ്ധിക്കും. അതിന് കാരണമായി കൂടുതൽ മോളിക്യൂൾസിന് എഫക്റ്റീവ് കൊളിഷൻ, കൂട്ടിമുട്ടലുകൾ ഉണ്ടാകുവാൻ കാരണമാകും. അങ്ങനെ കൂട്ടിമുട്ടലുകൾ ഒത്തിരി ആകുമ്പോഴത്തേക്ക് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനം വേഗത്തിൽ നടക്കും. 4 ടെമ്പറേച്ചർ, താപനില. നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്റ്റൻസ് അല്ലെങ്കിൽ അഭികാര്യങ്ങളെ ചൂടാക്കുമ്പോൾ, ഹീറ്റ് ചെയ്യുമ്പോൾ അതിലെ പാർട്ടിക്കിൾസ്, കണികളുടെ ഗതികോർജം, കൈനറ്റിക് എനർജി വർദ്ധിക്കുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതായത് താപനില വർദ്ധിക്കുമ്പോൾ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ദാറ്റ് അറ്റൈൻ ദി ത്രെഷോൾഡ് എനർജി ഇൻക്രീസസ്. ത്രെഷോൾഡ് എനർജി കൈവരിച്ച കണികളുടെ എണ്ണവും കൂടുന്നു. അങ്ങനെ നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളിഷൻ ഇൻക്രീസസ്, കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുകയും രാസപ്രവർത്തനം വേഗത്തിലാവുകയും ചെയ്യുന്നു. ഇൻക്രീസ് ഇൻ ദി റേറ്റ് ഓഫ് റിയാക്ഷൻ. അഭികാര്യങ്ങളെ തന്മാത്രകൾ കൂട്ടിമുട്ടിയാലേ ഉൽപ്പന്നം നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ എഫക്റ്റീവ് കൊളിഷൻ കൂടുമ്പോൾ പെട്ടെന്ന് റിയാക്ഷൻ നടന്ന് നമുക്ക് ഉൽപ്പന്നം കിട്ടുന്നു. അപ്പോൾ അഭികാര്യം ചൂടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടെ റിയാക്ഷൻ്റെ വേഗത കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന അഭികാര്യങ്ങൾ, റിയാക്റ്റൻസിന് ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി, ഒരു നിശ്ചിത അളവിൽ ഗതികോർജം ആവശ്യമാണ്. എന്തിനു വേണ്ടി? പ്രൊഡക്റ്റായി മാറാൻ വേണ്ടി, ഉൽപ്പന്നമായി മാറാൻ വേണ്ടി. ഈ എനർജിയെയാണ് ത്രെഷോൾഡ് എനർജി എന്ന് വിളിക്കുന്നത്. നമുക്ക് ഉദാഹരണം നോക്കാം. ഒരു ടെസ്റ്റ് ട്യൂബിൽ അമോണിയം ക്ലോറൈഡ് NH4Cl എടുക്കുക. അതിലേക്ക് വേറൊരു ടെസ്റ്റ് ട്യൂബിൽ 2 ml സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്ത് വെച്ചിരുന്നത് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ്, വാട്ടർ, അമോണിയ ഗ്യാസുമാണ്, അമോണിയ വാതകവുമാണ്. ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വായുഭാഗത്ത് നിന്ന് നമ്മുടെ മൂക്കിലേക്ക് വായു വരുന്ന തരത്തിൽ കൈ വീശി നോക്കുക. അപ്പോൾ നമുക്ക് അമോണിയയുടെ സ്മെല്ല് നമുക്ക് അനുഭവപ്പെടും. എന്നിട്ട് പിന്നെ ഈ ടെസ്റ്റ് ട്യൂബ് ഒന്ന് നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് ആ സ്മെല്ല് ഒന്നുകൂടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക്, പരിശോധിക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രൂക്ഷമായ ഗന്ധമായിരിക്കും അമോണിയയുടെ നമുക്ക് അനുഭവപ്പെടുന്നത്. പഞ്ചൻ്റ് സ്മെൽ ഓഫ് അമോണിയ ആയിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ടെസ്റ്റ് ട്യൂബ് ഹീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് റിയാക്ഷൻ നടക്കുകയും അപ്പോൾ നമുക്ക് എന്താണ്, സ്മെല്ല് കൂടുതലായി നമുക്ക് അനുഭവപ്പെടാൻ കാരണമാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുകയും അല്ലെങ്കിൽ രാസപ്രവർത്തനം വേഗത്തിലാവുകയും ചെയ്യും. എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്, ഉൾപ്രേരകങ്ങളുടെ സ്വാധീനം. നമ്മളൊരു രാസപ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ കൂട്ടുവാൻ, രാസപ്രവർത്തനം വേഗത്തിലാക്കുകയും ചെയ്യും. വിത്തൗട്ട് ദംസെൽഫ് അണ്ടർഗോയിങ് എനി പെർമനൻറ്റ്, അവർക്ക് പ്രത്യേക മാറ്റങ്ങളോ ചേഞ്ചസോ ഒന്നും വരുത്താതെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനം വേഗത്തിലാക്കുന്ന പദാർത്ഥമാണ് കാറ്റലിസ്റ്റുകൾ അല്ലെങ്കിൽ ഉൾപ്രേരകങ്ങൾ എന്ന് പറയുന്നത്. സബ്സ്റ്റൻസ് ദാറ്റ് ഇൻക്രീസ് ദി റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ വിത്തൗട്ട് ദംസെൽഫ് അണ്ടർഗോയിങ് എനി പെർമനൻറ്റ് കെമിക്കൽ ചേഞ്ച് ആർ കോൾഡ് കാറ്റലിസ്റ്റ്. സ്ഥിരമായ രാസമാറ്റത്തിന് സ്വയം വിധേയമാകാതെ രാസപ്രവർത്തന വേഗം വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങളെ ഉൾപ്രേരകങ്ങൾ എന്ന് പറയുന്നു. ഒരു ബോയിലിംഗ് ട്യൂബിലേക്ക് കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് ലൈനി എടുക്കുക. എന്നിട്ട് ആ ബോയിലിംഗ് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് എരിയുന്ന ഒരു ചന്ദനത്തിരി കാണിക്കുക. അപ്പോൾ ഒരു ചെറിയ രീതിയിൽ അവിടുന്ന് റിലീസാവുന്ന, അവിടെ സ്വതന്ത്രമാക്കപ്പെടുന്ന ഓക്സിജൻ വാതകം മൂലം അത് കത്തുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഇതിലേക്ക് തന്നെ, ഈ ബോയിലിംഗ് ട്യൂബിലേക്ക് തന്നെ നമ്മൾ മാഗ്നീസ് ഡയോക്സൈഡ് എന്ന് പറയുന്നത് കുറച്ചിട്ട് കൊടുക്കുന്നു. പിന്നീടും നമ്മൾ കത്തിച്ച് ഒരു ചന്ദനത്തിരി ആ ട്യൂബിലേക്ക് പിന്നീടും കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ചന്ദനത്തിരി നല്ല രീതിയിൽ ജ്വലിക്കുന്നതായിട്ട്, കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ മാഗ്നീസ് ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഒരു കാറ്റലിസ്റ്റ് ആണ്. ആ കാറ്റലിസ്റ്റ് ഉൾപ്രേരകമാണ്.
അതിനെ നല്ല രീതിയിൽ ജ്വലിക്കുവാൻ കമ്പസ്റ്റൻ ചെയ്യുവാൻ സാധിച്ചത്. ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗം വർദ്ധിച്ച് കൂടുതൽ ഓക്സിജൻ പുറത്തു വരുന്നതായിട്ട് നമുക്ക് കാണാം. റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻക്രീസസ്. അങ്ങനെ മോർ ഓക്സിജൻ ഇവിടെ റിലീസാവും. അപ്പോൾ ഈ മോർ ഓക്സിജനെ റിലീസാക്കാൻ വേണ്ടി അവിടെ ഡീകമ്പോസിഷന് സഹായിച്ച സബ്സ്റ്റൻസ് ആണ്, പദാർത്ഥമാണ് മാഗ്നീസ് ഡയോക്സൈഡ്. ഈ മാഗ്നീസ് ഡയോക്സൈഡ് നമ്മൾ അവസാനം ഫിൽറ്റർ ചെയ്യുമ്പോൾ നമ്മൾ എത്ര അളവിലും ഗുണത്തിലുമാണ് അവയെ ഇട്ടത്, ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലുമാണ് ഇട്ടത്, ആ ഫിൽറ്റർ പേപ്പർ അത്രയും തന്നെ നമുക്ക് അവസാനം റിയാക്ഷൻ കഴിഞ്ഞും കാറ്റലിസ്റ്റുകളെ കിട്ടുക തന്നെ ചെയ്യും.